ഞായറാഴ്ച നമ്മൾ മലയാറ്റൂർ പോയപ്പോഴത്തേക്കേ അപ്പം വന്നിട്ടുണ്ടായിരുന്നില്ലല്ലോ. അപ്പൻ ഏതോ ചാല് പൊട്ടിക്കണ സ്ഥലത്ത് പോയിട്ട് ഒരു 5-8 കരിമീനെ പിടിച്ചു കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നേ. പിറ്റേ ദിവസം എനിക്ക് മുട്ടുകാല് വേദന ആയതുകൊണ്ടിട്ട് ഞാനതിനെ എടുത്തില്ല. ഇന്നലെ രാത്രിയാണ് അവനെ തട്ടി കറിയാക്കിയത്. കറിയല്ല, ഫിഷ് മോളി ആക്കി എടുത്തിട്ടുണ്ടേ. അങ്ങനെ കരിമീനെല്ലാം വെട്ടിത്തേച്ച് കഴുകി എടുത്തേച്ചും അത് വരഞ്ഞ് ഉപ്പ്, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, മുളക് പൊടി, ചെറുനാരങ്ങ നീര്, ഉപ്പൊക്കെ ചേർത്ത് തേച്ച് പിടിപ്പിച്ച് ഒരു അരമണിക്കൂർ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. ചിലവർ ഫിഷ് മോളി ഉണ്ടാക്കുമ്പോഴത്തേക്കും മുളക് പൊടി ചേർക്കാറില്ല. പക്ഷേ ഞാനിവിടെ ചേർക്കാറുണ്ട് കേട്ടോ. ഇവിടെ എല്ലാവർക്കും ഇങ്ങനെ വെളുത്തോണ്ടിരിക്കണത് ഇഷ്ടമല്ല. അരമണിക്കൂറിന് ശേഷം മീനൊക്കെ വറുക്കാനിട്ട ശേഷം അതിലേക്ക് വേണ്ട സവോളയും തക്കാളിയും ഒക്കെ അതേ കട്ട് ചെയ്തെടുക്കുന്നുണ്ടേ. നമ്മുടെ ഫ്രൈ പാൻ ചെറുതായത് കൊണ്ടിട്ട് 2 വീതമൊക്കെ ഉണ്ട് ഞാൻ വറുക്കാനിട്ടേക്കണത്. അങ്ങനെ തിരിച്ചും മറിച്ചൊക്കെ മൊരിയിച്ചിട്ട് മീനെല്ലാം വറുത്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് തേങ്ങ വേണം. അപ്പോൾ ഒരു തേങ്ങ ചിരണ്ടി ഇതേ അതിൻ്റെ തലപ്പാലും ഇടപ്പാലും ഒക്കെ ആക്കി എടുക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ 5 പേരുണ്ടല്ലോ. അപ്പോൾ 5 പേർക്കും ഓരോ മീൻ വീതം കൊണ്ട് എടുത്തേക്കണം. അപ്പോൾ അവസാനം ഒരെണ്ണം കൂടെ വറുക്കാനുണ്ടായിരുന്നു. അപ്പോൾ അത് മൊരിഞ്ഞ് വരുന്ന നേരം കൊണ്ട് നമുക്ക് സവോളയൊക്കെ വഴറ്റിയെടുക്കാം കേട്ടോ. അതിന് വേണ്ടി ചട്ടി വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് അതിലോട്ട് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവോള, ഇഞ്ചി, പച്ചമുളക്, ഒരല്ലി വെളുത്തുള്ളി, കറിവേപ്പിലയും കൂടെ ചേർത്ത് അതൊന്ന് നല്ലതുപോലെ വഴറ്റിയിട്ട് അതിലോട്ട് മഞ്ഞൾപ്പൊടിയും ഒരിച്ചിരി മല്ലിപ്പൊടിയും ഒരു നുള്ളു മുളക് പൊടിയും കൂടെ ചേർത്ത് അതൊന്ന് മൂപ്പിച്ച ശേഷം നമ്മൾ 2 പഴുത്ത തക്കാളി അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും കൂടെ ചേർത്ത് അതൊന്ന് വഴറ്റിയെടുക്കാം കേട്ടോ. തക്കാളി ഒന്ന് വഴണ്ട് വരുമ്പോഴത്തേക്കും അതിലേക്ക് ഇടപ്പാൽ ഒഴിച്ച് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് തിള വരുമ്പോഴത്തേക്കും നമ്മൾ ആ വറുത്ത് വെച്ചിരിക്കുന്ന മീനെല്ലാം ഇട്ട് കൊടുക്കാം കേട്ടോ. തേങ്ങാപ്പാലിലോട്ട് മീനിട്ട് കൊടുത്തിട്ട് പിന്നെ കയ്യിലിട്ടൊന്നും ഇളക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ചട്ടി വെച്ചൊന്ന് ചെറുതായിട്ടൊന്ന് ചുറ്റിച്ച് കൊടുത്താൽ മതിയേ. കയ്യിലിട്ടൊക്കെ ഇളക്കി കുത്തി വരുമ്പോഴത്തേക്കും മുള്ളെല്ലാം കൂടെ പൊടിഞ്ഞ് നാശമായി പോവും. 2ാം പാൽ ഒഴിച്ച് അതൊന്ന് വറ്റി വരുമ്പോഴത്തേക്കും നമുക്ക് അതിലോട്ട് തലപ്പാലും കൂടെ ഒഴിച്ച് ചുറ്റിച്ച് ചൂടായി വരുമ്പോഴത്തേക്കും തീ ഓഫാക്കാം. അപ്പം നമ്മുടെ ഫിഷ് മോളി റെഡി. പിന്നെ അതിൻ്റെ ഒപ്പം ബ്രെഡാണ് കേട്ടോ വാങ്ങിയേക്കണത്. വെള്ളയപ്പം ഉണ്ടാക്കാൻ എനിക്ക് മടിയായി രാത്രി ആയതുകൊണ്ട്. അപ്പോൾ ബ്രെഡും നല്ല ഫിഷ് മോളിയും കൂടെ കൂട്ടി ഒരു പിടി പിടിച്ച് ആ പാത്രമുള്ള കേട്ടോ.